ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശൻ മനസ്സ് തുറന്ന് നയനെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതല്ല, വെറും അഭിനയമാണ് മോളെ. ഞാനിങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ നമ്മുടെ ആദർശ് ശരിക്കും നന്നായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനറിയാം. പക്ഷെ ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് അവനെ ശരിക്കും അറിയില്ല. ഇപ്പം ജ്വല്ലറി പോലത്തെ വേറൊരു ശത്രു നാളൊരു സമയത്ത് പിന്നെയും വന്നു കഴിഞ്ഞാൽ അവരെ നേരിട്ട് മുൻപിലേക്ക് പോവണ്ടേ? ആ ശത്രു കറക്റ്റായിട്ട് ആരാണെന്ന് കണ്ടുപിടിച്ച് മുൻപോട്ട് പോവുക. അതിനെ അവനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭിനയമൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറയണം. അല്ലാതെ നീയും ആദർശും ദേ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ നയനക്ക് സന്തോഷമാവാണ്. മുത്തശ്ശ, എനിക്ക് ഭയങ്കര സന്തോഷേ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു മുത്തശ്ശനെ ഞങ്ങളുടെ പിണക്കമൊന്നും ഇല്ലെന്ന്. എന്നാലും എവിടെയൊക്കെ ഒരു വിഷമം പോലെ മുത്തശ്ശനൊന്ന് കാണാൻ പറ്റാത്തതില്ലേ, അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും ശരി മോളെ, പക്ഷെ ഒരിക്കലും ഞാനിപ്പോൾ സംസാരിച്ച കാര്യം ആദർശിനോട് പറയരുത്. ഇല്ല മുത്തശ്ശ. പിന്നെ മുത്തശ്ശനും അറിയാലോ ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പക്ഷെ മുത്തശ്ശന് ഞാൻ വാക്ക് തരാണ്, അതാരാണെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുക മുത്തശ്ശ. അതിനുള്ള കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാഫിനെ അവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും അത് വളരെ നന്നായി. എന്തായാലും എത്രയും പെട്ടെന്ന് അറിയണം അതാരാന്ന് മനസ്സിലാവുന്നില്ല മുത്തശ്ശ. കിങ് ഓഫ് കോബ്ര എന്നാണ് അയാളുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിങ് ഓഫ് കോബ്രയോ എന്നുവെച്ചാൽ നാഗരാജാവ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആരും ആയിരിക്കണം മോളെ അത്. അതെ മുത്തശ്ശ, അതിലേക്കാ ഇപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആരാണ് ഈ നാഗരാജാവ് അല്ലെങ്കിൽ നാഗങ്ങളുടെ തലപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരായിരിക്കും? എന്തായിട്ട് നാഗമായിട്ട് പേരുള്ള ഏതൊരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശരി മോളെ, നീ നിന്റെ വഴി അന്വേഷിക്കുക. അതുപോലെ തന്നെ ഞാനും നോക്കട്ടെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും അവിടെ നിന്ന് പോകുവാട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു പേരായിട്ട് ബന്ധപ്പെട്ട ആരോ എപ്പോഴൊക്കെയോ ഒരാളുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആകെ നാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ മാത്രമേ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് നാഗേന്ദ്രൻ, ജലജയുടെ ഭർത്താവ്. പക്ഷെ അവൻ വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചോടിച്ചതല്ലേ ഇവിടുന്ന്. അവൻ ഒരിക്കലും അയാളായിരിക്കില്ല, വേറെ ആരായിരിക്കും എന്ന് മുത്തശ്ശൻ ആലോചിക്കുകയാണ്. മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയാൾ മുമ്പ് നാഗേന്ദ്രനായിട്ടുള്ള സമയത്ത്, ജലജയുടെ ഭർത്താവായിരുന്ന സമയത്ത് അയാൾ ഇടയ്ക്കിടയ്ക്ക് കിങ് ഓഫ് കോബ്ര, താൻ നാഗങ്ങളുടെ രാജാവാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഇനി അയാളെങ്ങനെയോ ആണോ എന്ന് മുത്തശ്ശൻ പോലെ സംശയിച്ചു പോവാട്ടോ. അതേസമയം മുത്തശ്ശൻ ഈ സംശയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെടുത്ത് പറയണ്ട്, അതായത് ഈ ജ്വല്ലറി മുതലാളി, അതായത് MD എന്ന് പറഞ്ഞ ആള് കിങ് ഓഫ് കോബ്ര എന്നാണ് അറിയപ്പെടുന്നത്. തനിക്ക് ആ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിയെടുത്ത്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയണ്ട്, ഓർമ്മ വരാതിരിക്കില്ലല്ലോ. നമ്മുടെ ജലജയുടെ ഭർത്താവ് നാഗേന്ദ്രൻ, അയാള് മുമ്പ് ജലജനെ വിവാഹം കഴിഞ്ഞ സമയത്ത് സ്വയം പറയുന്നുണ്ടായിരുന്ന ഒരു പേരാണല്ലോ അത്. അയാൾ നാഗങ്ങളുടെ രാജാവാണെന്ന്. അതെ, എനിക്ക് ആ പേര് കേട്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഇനി അയാളെങ്ങാനും ആയിരിക്കും. അവൻ എവിടെയെങ്കിലും തെണ്ടി തെരഞ്ഞ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ മരിച്ചുപോയോന്നും ആർക്കറിയാം. നമ്മൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഒരു അറിവില്ലല്ലോ. അവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. 2 മക്കളുണ്ടതാണല്ലോ, അവരെ കാണാനെങ്കിലും വരേണ്ടതല്ലേ. ആർക്കറിയാം വേറെ ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടോന്ന് എന്നൊക്കെ പറയാണ് നമ്മുടെ മുത്തശ്ശൻ കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്. നാഗേന്ദ്രൻ, ഓഹോ, അങ്ങനത്തെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്. ഈ അബിയുടെ അച്ഛനൊക്കെ ജീവനോടെ ഉണ്ടോ? അല്ല, അങ്ങനത്തെ ഒരാളുണ്ടെന്ന് അറിയാൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് അടിച്ചോടിച്ചതാണല്ലോ. ഇനി അയാളെങ്ങാനും ആണോ? അതുകൊണ്ടാണോ അബിക്കൊരു പ്രത്യേക സ്ഥാനം അവിടെ കിട്ടുന്നത്? അപ്പൊ അയാൾ വേറെ വിവാഹമൊന്നും കഴിച്ചില്ലേ? അല്ല, അയാൾ വേറെ വിവാഹം കഴിച്ച മട്ടിലും ഇടയ്ക്ക് ഇവിടെ സംസാരം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അയാളിലേക്ക് പോയി തന്നെ ആ ഒരു അന്വേഷണം പോയാലോ എന്ന് നവ്യയും ആലോചിക്കാട്ടോ. അങ്ങനെ നവ്യ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരി വരുന്നുണ്ട്. എന്താടി നവ്യെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എടി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ കാര്യം പറ എന്ന് പറയുമ്പോഴേക്ക് കൂട്ടുകാരി വരുവാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. കൂട്ടുകാരത്തെ നവ്യ പറയുന്നുണ്ട്, എടി, ഈ കിങ് ഓഫ് കോബ്ര എന്നാണല്ലോ ആ നെയിം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ എടി, ഈ പറയുന്ന അബിയുടെയും അവന്തികയുടെയും അച്ഛൻ, അതായത് ഈ പറയുന്ന ജലജയുടെ ഭർത്താവിന്റെ പേര് നാഗേന്ദ്രൻ എന്നാണ്. നാഗേന്ദ്രനോ? അതെ എടി, നാഗേന്ദ്രൻ എന്ന് വെച്ചാല് നാഗങ്ങളുടെ രാജാവ്, അതായത് കിങ് ഓഫ് കോബ്ര. ഇനി ഇയാൾ തന്നെ ആയിരിക്കൂടി അയാള്. അതുകൊണ്ടായിരിക്കോ ഈ അബിക്ക് ഒരു പ്രത്യേക സ്ഥാനം അവിടെ ലഭിക്കണത്? നീയല്ലേ പറഞ്ഞത് അവിടുത്തെ ഡേവിഡ് സാറിന് പോലും അബീന ഒരു വലിയൊരു സ്ഥാനത്താണ് കാണുന്നതെന്ന്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു
ഇതുണ്ട് നവ്യേ, ഇത് നീ അന്വേഷിച്ചേ പറ്റൂ. ആദ്യം ഈ നാഗേന്ദ്രൻ തന്നെയാണോ ഇയാളെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? അയാളുടെ ഫോട്ടോ വലുതും കയ്യിലുണ്ടോടി? അയാളുടെ ഫോട്ടോ തറവാട്ടിൽ പോലും ഇല്ല. ഈ പറയുന്ന ജലജ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിന്റെ കയ്യിലും അയാളുടെ ഫോട്ടോയൊന്നും ഇല്ലേ? ഏ അയാൾ അന്ന് പിച്ചക്കാരനായിരുന്നല്ലോ, അതുകൊണ്ട് അവരും അയാളെ മൈൻഡ് ഒന്നും ചെയ്തില്ല. എന്നാലും അതെങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. നോക്കട്ടേടി, അവരുടെ വിവാഹ ഫോട്ടോ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് നവ്യം പറയാട്ടോ. ഈ നാഗേന്ദ്രന് വേറെ പിള്ളേരൊന്നുമില്ല, അവന്തികയും അതുപോലെ തന്നെ അഭിയും തന്നെ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ആർക്കറിയാം ഇനി വേറെ എവിടെയെങ്കിലൊക്കെ വേറെ മക്കളുണ്ടോന്ന്. അങ്ങനെയെങ്കിൽ അഭിക്കായിരിക്കും തലവേദന. ഇപ്പോഴാണെങ്കിൽ അവന്തികയെ ഒന്ന് ഒഴിവാക്കി വിടുകയാണെങ്കിൽ AN ജ്വല്ലറി മൊത്തമായിട്ട് വിഴുങ്ങാൻ നിൽക്കാണ് അഭി. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ബന്ധത്തിൽ കുഞ്ഞുങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ പോയില്ലേ? അതുകൊണ്ട് അഭിക്കായിരിക്കും ആ ഒരു തലവേദന വരാൻ പോണത്. പക്ഷെ അതിനേക്കാളും അപ്പുറം നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോവാട്ടോ. അതായത് നമ്മുടെ നവ്യാണെങ്കിൽ ജലജയെടുത്ത് ചോദിക്കേണ്ടത്, അല്ല അപ്പച്ചിയുടെ വിവാഹം കഴിഞ്ഞത് നാഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാളല്ലേ വിവാഹം കഴിച്ചത്? അതെ. എന്താ നീ ഇപ്പൊ അതൊക്കെ ചോദിക്കണത്? അല്ല നമ്മുടെ അഭിക്കേ അപ്പച്ചിയുടെ ചായയൊന്നും കിട്ടിയിട്ടില്ല. അപ്പച്ചിയുടെ ഈ സൗന്ദര്യം അഭിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി അച്ഛന്റെ സൗന്ദര്യമാണോ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അവന്റെ മുഖം ഏകദേശം അയാളെ പോലെ തന്നെയാ ഇരിക്കുന്നത്. ഓഹോ, മോളാണ് എന്റെ അതേ സൗന്ദര്യം, എന്റെ ഈ നിറവും എന്റെ ഈ മുടിയും എന്റെ ഈ കണ്ണുകളൊക്കെ കിട്ടിയിരിക്കുന്നത് അവൾക്കാണ്. അത് അപ്പച്ചി പറഞ്ഞ ശരിയാണ്. അവന്തികക്കാണ് അതെല്ലാം കിട്ടിയിരിക്കുന്നത്. അല്ല, ആ അപ്പച്ചിയുടെ കല്യാണ ഫോട്ടോ ഒന്നും ഇവിടെ ഇല്ലേ? ഓ, അതൊക്കെ കത്തിച്ചാനോ അന്ന് തന്നെ അച്ഛൻ അവന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് കളഞ്ഞു എന്ന് പറയണോ? അങ്ങനെയാണോ? ശരി. അല്ല, നീ ഇപ്പൊ എന്താ എന്റെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കണത്? അല്ല, അപ്പച്ചിനെ ഇപ്പൊ കണ്ടാലുമേ ഒരു 10-27 വയസ്സേ തോന്നിക്കോളൂ. ഇപ്പോഴും ഒരു ചെക്കനാലോചിച്ചാൽ അപ്പച്ചിനെ വിവാഹം കഴിക്കാൻ 100 പേര് ഇവിടെ നിരന്ന് വരും. 100 പേരല്ല, 1000 പേരാണെങ്കിലും വരും. ഞാനേ ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ നാട്ടുകാരുടെ ഫുൾ കണ്ണ് എന്റെ മേളില എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നവ്യ മനസ്സിൽ വിചാരിക്കണ്ടേ, ഇമ്മാതിരി മേക്കപ്പ് ഇട്ട് പോയാൽ ആരാണ് കണ്ണ് വെക്കാത്തത് എന്ന് പറഞ്ഞ് ചിരിക്കാണ്. നീ എന്താടി ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചിയുടെ സൗന്ദര്യം ഈ കണ്ണുകളിലാണ്. പൂച്ചക്കണ്ണ്. ഈ കണ്ണ് കണ്ട ആരാ അപ്പച്ചി വീഴാത്തത്? ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങളും വീണു പോകും എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. എന്റെ സൗന്ദര്യം കൂടി കൂടി വരുവാണ്. ആ ദേവിയനെക്കാളും സൗന്ദര്യം ഇപ്പൊ എനിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഒന്നുകൂടി ബ്യൂട്ടി പാർലറിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അകത്തേക്ക് കയറി പോവാണ്. നവ്യാണെങ്കിൽ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, ഇനി മുത്തശ്ശനോട് നേരിട്ട് ചോദിച്ചാലോ? അല്ല, ഈ ഫോട്ടോ കിട്ടാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ നവ്യ കേട്ടോ. എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഇയാളുടെ ഫോട്ടോ കിട്ടും. അത് നവ്യയുടെ കയ്യിൽ തന്നെ ആദ്യം കിട്ടുള്ളൂ, അത് വേറെ കാര്യം. നവ്യ തന്നെയാണ് ഈ മഹാസത്യം കണ്ടുപിടിക്കാൻ പോണത്. നാഗേന്ദ്രനും ഈ AN ജ്വല്ലറിയുടെ ഉടമസ്ഥനും രണ്ടും ഒന്നാണെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.